ഇത് മലപ്പുറം ജില്ലയിൽ ഇങ്ങനത്തെ ഒരു കുടുംബം അല്ലേ മനോക്ക, ഇങ്ങനത്തെ ഒരു കുടുംബം ഉണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഒരു ഉമ്മയുടെ ഇവരുടെ 3 മക്കൾ പോലീസിൽ, ഒപ്പം വേറൊരു ബ്രദർ ഉണ്ട് കേട്ടോ. ഇദ്ദേഹം സെലക്ഷൻ കിട്ടിയ ആളാണ്, നിലവിലിപ്പോൾ പ്രവാസത്തിലാണ്. ഏറെ സന്തോഷം. ഉള്ളത് ഇവർ ഭയങ്കര വർക്ക് ചെയ്യുന്നു അല്ലേ, ഭയങ്കര ഹയർ സെക്കൻഡറി സിസ്റ്ററാണ്. ഏറെ സന്തോഷം. ഇതൊരു അളിയനാണ്, ഞാൻ പരിചയപ്പെടുത്താം. നസീർ സാറാണ് എൻ്റെ ഒരു സുഹൃത്ത് കേട്ടോ. ഇപ്പോൾ SI ആണ്, തിരൂർ SI ആണ്. അതോടൊപ്പം തന്നെ ഇത് വേറെ പോലീസുകാരാണ് ആദ്യം പരിചയപ്പെടുത്തുന്നത് കേട്ടോ, കൺഫ്യൂഷനാണ്. ഇത് നിങ്ങൾ വർക്ക് ചെയ്യണത്? നിസാർ, എൻ്റെ പേര് നിസാർ, മലപ്പുറം പോലീസ് സ്റ്റേഷനിൽ ASI. സാറ്? ഞാൻ മുഹമ്മദ്, റിട്ടയർ ചെയ്തു. ആയിക്കോട്ടെ, സന്തോഷം. എവിടെ എന്തായിട്ട്? ഞാൻ മലപ്പുറത്തെ SI ആയിട്ട് റിട്ടയർഡ് ചെയ്തു. എന്തമ്മ സന്തോഷം? നല്ല സന്തോഷമാണ്. ഹാപ്പിയാണ് അല്ലേ? ഓക്കെ. എന്ത് തോന്നുന്നു ഇവിടെ വീട്ടില് പോലീസ് ചർച്ച ഉണ്ടാവും ഉമ്മാന്റെ അടുത്ത് മക്കൾ വരുമ്പോ? സ്റ്റേഷന്റെ ചർച്ച ഉണ്ടാ? അതൊന്നുമില്ല. ഓലിങ്ങനെ പറഞ്ഞു തരും, കാട്ടിത്തരും. അടിപൊളി. ആദ്യം ഈ മൂത്ത മോനായിരുന്നു അല്ലേ പോലീസിലന്ന്? അന്ന് എന്താ തോന്നിയിരുന്നു ഉമ്മാക്ക്? അന്ന് അങ്ങനെ തോന്നി, അപ്പൊ എല്ലാരും ആക്കിയില്ലേ? അത് സ്വന്തം വേണ്ടിയില്ല. നിങ്ങള് ഉമ്മാന്റെ സപ്പോർട്ട് വളരെ വലുതായിരുന്നു. അതോടൊപ്പം തന്നെ പോലീസ് കുടുംബം എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ പ്രദേശത്തെ ഏറ്റവും കൂടുതൽ സർക്കാർ സേവനം ചെയ്യുന്ന ആളും കൂടെ കേട്ടോ. പോലീസ് അല്ലാത്ത വകുപ്പിലുണ്ട്. സാറേ ഒന്ന് ബാക്കിയുള്ളവരും കൂടെ ഒന്ന് പരിചയപ്പെടുത്തി. ലാസ്റ്റ് എൻ്റെ വൈഫാണ്, അവള് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇത് വലിയ മുഹാദ് ജ്യേഷ്ഠന്റെ ഭാര്യയാണ്, ഹയർ സെക്കൻഡറി ടീച്ചറാണ്. ഇവര് അനിയന്റെ ഭാര്യയാണ്, അവള് MES കോളേജിലെ പ്രൊഫസറാണ്. ഇത് വലിയ പെങ്ങളെ മോളാണ്, ഇത് PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വലിയ ജ്യേഷ്ഠന്റെ മോള് ഡോക്ടറാണ്, മരുവനും ഡോക്ടറാണ്. മോള് എഞ്ചിനീയറിംഗിന് പഠിക്കുകയാണ്. ചെറിയ പെങ്ങളെ മോള് ഡോക്ടറാണ്, MBBS കഴിഞ്ഞു, പവർ സർജൻസി ചെയ്തു. അതെ. ഇവന് ജ്യേഷ്ഠന്റെ മോളുണ്ട്, ഡോക്ടറാണ്, മരുവനും ഡോക്ടറാണ്. ഇനി സത്യത്തില് സ്റ്റോറി മാറിട്ടോ. അടുത്തൊരു വേറെ വീഡിയോ ഇൻഷാല്ലാ വരും. അടുത്തൊരു വീഡിയോ ഇത്ര അധികം ഉദ്യോഗസ്ഥ കുടുംബങ്ങള് വേറെ ഉണ്ടോന്ന് ഇപ്പൊ എനിക്കറിയില്ല കേട്ടോ. അപ്പൊ അതും കൂടെ ഇൻഷാല്ലാ നമുക്ക് ഭാവിയിൽ കാണിക്കാം. അപ്പൊ അങ്ങനെ പോട്ടെ, ഏതായാലും സന്തോഷം. ഒരു പോലീസ് കുടുംബമായതിൽ വളരെ സന്തോഷം. കാര്യമായിട്ട് ഇപ്പാന്റെ ഇമ്മാന്റെ ഒക്കെ സപ്പോർട്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഇതിൽ വരാൻ കാരണം. അതോടൊപ്പം തന്നെ വലിയ ജ്യേഷ്ഠൻ മുഹമ്മക്കാണ് ഞങ്ങളെല്ലാ ഈ കാര്യങ്ങൾക്കൊക്കെ നിയന്ത്രിച്ചതും അതിൻ്റെ പോലീസിലെ മാർഗനിർദ്ദേശങ്ങൾ തന്നതൊക്കെ വലിയ ജ്യേഷ്ഠനാണ്. കൂടാതെ കുടുംബത്തിന് നല്ല സപ്പോർട്ടും എല്ലാ വിഷയങ്ങൾക്കും, എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും നല്ലതാണെങ്കിലും എന്താണെങ്കിലും കുടുംബത്തിൽ എല്ലാവരും നല്ല സപ്പോർട്ടുണ്ട്. അതന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യമായിട്ട് പറയാനുള്ളത്. ആ ഒരു മാതൃകയാണ് അല്ലേ? ഓക്കെ. എന്ത് തോന്നുന്നു, എന്താ അനിയൻ എന്നുള്ള നിലക്ക്? അത് ഞാൻ ഈ 3 പേരിൽ ചെറിയ അനിയനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് വലിയ ജ്യേഷ്ഠൻ പോലീസിൽ ചേർന്നു. അതിനുശേഷം എൻ്റെ നേരെ മേലുള്ള ജ്യേഷ്ഠൻ നസീറും പോലീസിൽ ചേർന്നു. എന്നാൽ പിന്നെ ഞാനും ആ വഴിക്ക് തന്നെ ആവാം, സേവന മേഖല അത്രയും താല്പര്യമുള്ളതുകൊണ്ട് പോലീസിന്റെ വഴിക്ക് തന്നെ അങ്ങനെയായി. അങ്ങനെ ഇവിടെ എത്തി, ഇപ്പോൾ മലപ്പുറത്ത് വർക്ക് ചെയ്യുന്നു. സന്തോഷം. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? നന്നായിട്ട് പോകുന്നു കാര്യങ്ങൾ. ഇപ്പോൾ 20 വർഷം സർവീസായി, ASI ആയിട്ട് ഇപ്പോൾ അടുത്ത് പ്രൊമോഷനായി, സന്തോഷമായിട്ട് അങ്ങനെ പോകുന്നുണ്ട്. ആണല്ലേ? ഈ ഭാഗത്ത് കള്ളന്മാര് കുറയാൻ സാധ്യത അല്ലേ മനോക്ക? ഇവിടെ ഉണ്ടാ എടുക്കൂല, കുറച്ച് ധൈര്യമുള്ളൂ അല്ലേ ഈ ഭാഗത്തേക്ക് വരുള്ളൂ അല്ലേ? സെലക്ഷൻ കിട്ടി. പേരെന്താ പറഞ്ഞത്? മുഹാദ്. മുഹാദ്. രണ്ടാമത്തെ ബ്രദറാണ്, ഉമ്മയുടെ രണ്ടാമത്തെ മകന്. ഉപ്പാന്റെ പേര് എന്തായിരുന്നു? ഉപ്പാന്റെ പേര് ഇനീഷ്യൽ എന്താ? നിങ്ങൾ ഇത് സ്ഥലം കാവുമ്പടിയിലാണ്. അപ്പൊ ഒന്ന് പറയൂ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എന്റെ പ്രേക്ഷകർക്ക്. എന്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് സെലക്ഷൻ 91 ഗൾഫിൽ പോയത്. ഗൾഫിൽ പോയി 5-6 മാസം കഴിഞ്ഞ പോലീസ് PSC റാങ്ക്